കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. സി ഡയറി ഇവർ 3 പേരും തോറ്റവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാൽ നിങ്ങൾ പോട്ടെ. എന്നാ ഞങ്ങളങ്ങനെയല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജയ് എന്ന സ്വപ്നം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ ഫങ്ഷൻസും ഒഴിവാക്കി, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കങ്ങളും മറ്റുമെല്ലാം ഒഴിവാക്കി, ക്ലാസ്സുകൾ കണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു, ഏറ്റവും അവസാനം മാരത്തോൺ ലൈവുകൾ 17-18 മണിക്കൂർ കഷ്ടപ്പെട്ട് കണ്ട് പഠിച്ച് അവസാനം എന്തോ ചില കാരണങ്ങൾ കൊണ്ട് എക്സാമിന് വേണ്ടത്ര പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാതെ ടെൻഷനായി ഇനി എനിക്ക് ജയ് എന്ന് പറഞ്ഞ സ്വപ്നം വേണ്ടാതെ എൻ്റെ സ്വപ്നം ഞാൻ പാതി വയൽ ഉപേക്ഷിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പ്രിപ്പറേഷൻ നിർത്തുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അവരോടാണ് എനിക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് പറയേണ്ടത് 3 കഥകളാണ്. 16-ാം വയസ്സിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് വസീം അക്രത്തിൻ്റെയും വഖാർ യൂനസിൻ്റെയും തീയുണ്ടകളെ നേരിട്ട് കൊണ്ട് തുടങ്ങി. ആദ്യ മത്സരത്തിൽ തന്നെ മൂക്കുപൊട്ടി ചോരയിലിപ്പിച്ച് പിന്നീട് ലോകത്തിലെ ഏത് ബൗളറുടെയും പേടി സ്വപ്നമായ സച്ചിൻ ടെണ്ടുൽക്കറുടെ കഥ. വ്യക്തിഗത നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട്. മറ്റാർക്കും എത്തിപ്പെടാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ സച്ചിൻ്റെ കരിയറിലെ 40-ാമത്തെ വയസ്സ് വരെ ഒരു സാധനം അന്യമായിരുന്നു. മറ്റൊന്നുമല്ല, ലോക ചാമ്പ്യൻ പട്ടം. 2003 വേൾഡ് കപ്പിൽ സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഫൈനൽ വരെ എത്തി ഇന്ത്യ. പക്ഷേ ചില മിസ്റ്റേക്കുകൾ കാരണം ഫൈനൽ തോൽക്കേണ്ടി വന്നു. 2007 വേൾഡ് കപ്പിൽ ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ തോറ്റി നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഓരോ വേൾഡ് കപ്പ് കഴിയുമ്പോഴും സച്ചിൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഐ വിൽ പ്ലേ ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്. പക്ഷേ 2011 വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് സച്ചിന് ആ ഡയലോഗ് പറയേണ്ട അവസ്ഥ വന്നിരുന്നില്ല. കാരണം 2011 വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ ലോകത്തിൽ ആരും കൊതിക്കുന്ന, ഏത് ക്രിക്കറ്റ് ടീമും കൊതിക്കുന്ന ആ കപ്പ് സച്ചിൻ്റെ കൈകളിലായിരുന്നു തൻ്റെ 40-ാമത്തെ വയസ്സിൽ. മുമ്പ് ഒരുപാട് തവണ ഫൈനലിലും അതേപോലെ ഗ്രൂപ്പ് സ്റ്റേജിലും ഒക്കെ പുറത്തായ സമയത്ത് സച്ചിൻ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് കിട്ടുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കരിയറിന് തന്നെ ഒരു അപൂർണത ഉണ്ടായേനെ. അടുത്തത് ഫുട്ബോളിനെ മറ്റെന്തിനേക്കാളും പ്രണയിച്ച ഒരു ലാറ്റിൻ അമേരിക്കക്കാരൻ ലയണൽ മെസ്സി. 17-ാം വയസ്സിൽ രാജ്യാന്തര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു. ഇടംകൊല കൊണ്ട് കവിത എഴുതുന്നവൻ ആരാധകർ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഓമിച്ചു. ലോക ഫുട്ബോളിലെ മിശിഹായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രം അന്യമായിരുന്നു, മറ്റൊന്നുമല്ല വേൾഡ് കപ്പ്. പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു. ഒരു വേള വിരമിക്കൽ പ്രഖ്യാപനം തന്നെ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു. പിന്നീട് തിരിച്ചു വന്ന് 2022 വേൾഡ് കപ്പ് അദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി പോയിരുന്നെങ്കിൽ 2022 ത്രില്ലിംഗ് ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് വേൾഡ് കപ്പ് ഉയർത്താൻ ലയണൽ മെസ്സി ഉണ്ടാവില്ല. 3-ാമത്തെ ആൾ നിങ്ങൾക്കധികം പരിചയമില്ലാത്തൊരു പേരാണ് മനോജ് കുമാർ ശർമ്മ. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിലെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് അധികം പ്രാധാന്യം കൊടുക്കാത്തൊരു ഗ്രാമമായിരുന്നു. ജനിച്ചു വളർന്ന് +1 വരെ എങ്ങനെയൊക്കെ പരീക്ഷ എഴുതി. പക്ഷേ 12-ാമത്തെ ക്ലാസ്സിൽ അദ്ദേഹം തോൽക്കുകയാണ്. പിന്നീട് ഒരു മജിസ്ട്രേറ്റിനെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് പഠിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. 2ാമത്തെ ചാൻസിൽ +2 പഠിച്ച് പാസ്സായി. പിന്നീട് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ പ്രിപ്പറേഷനിൽ അദ്ദേഹം 4ാമത്തെ ചാൻസിലാണ് അദ്ദേഹം സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ ആദ്യത്തെ 3 തവണയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റിയ അബദ്ധങ്ങൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. പല അബദ്ധങ്ങളും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, സിവിൽ സർവീസ് പരീക്ഷ 3 ഘട്ടങ്ങളിലാണുള്ളത്. ആദ്യത്തേനാണ് നമ്മൾ പ്രിലിംസ്, പിന്നെ മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചാൻസിൽ അദ്ദേഹം പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നീട് മെയിൻസിൽ അദ്ദേഹത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്വസ്റ്റ്യൻ വായിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക്. ഒരു എസ്സേ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ആ എസ്സേയിൽ പറയുന്നത് ഇന്ത്യൻ ടൂറിസത്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം തെറ്റി വായിക്കുകയാണ്, ഇന്ത്യൻ ടെററിസം എന്ന് തെറ്റി വായിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇന്ത്യൻ ടെററിസത്തിനെ കുറിച്ച് എക്സാം എഴുതുക. നമുക്ക് പലർക്കും പറ്റിയ ഒരു അബദ്ധമാണ്. ഒരു എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ തെറ്റി വായിക്കുക, അല്ലെങ്കിൽ ഒരു 2 അപ്പുറം മൾട്ടിപ്പിൾ ചെയ്ത് ഇപ്പുറം മാറ്റി മൾട്ടിപ്പിൾ ചെയ്യുക, നമ്മൾക്കൊക്കെ പറ്റുന്നൊരു അബദ്ധമാണ്. പക്ഷേ ആ ഒരു അബദ്ധം കാരണം അദ്ദേഹത്തിന് ആ ചാൻസ് നഷ്ടപ്പെടുകയും പിന്നീട് 2ാമത്തെയും 3ാമത്തെയും ചാൻസിൽ അദ്ദേഹം പ്രിലിംസ് തന്നെ പൊട്ടുകയും അവസാനത്തെ ചാൻസിൽ പ്രിലിംസും മെയിൻസും അതേപോലെ ഇൻ്റർവ്യൂവും ഒക്കെ പാസ്സായി
സിവിൽ സർവീസിലെ 126ാമത്തെ റാങ്കിൽ അദ്ദേഹം എത്തി. അദ്ദേഹം വെറും മനോജ് കുമാർ ശർമ്മയിൽ നിന്നും അദ്ദേഹം മനോജ് കുമാർ ശർമ്മ IPSലേക്ക് എത്തുകയാണ്. പിന്നീട് അദ്ദേഹം ഡോക്ടറേറ്റും കൂടി നേടി ഡോക്ടർ മനോജ് കുമാർ ശർമ്മ IPSലേക്ക് എത്തുകയാണ്. മക്കളെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാൻസിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിൽ ചെറിയൊരു മിസ്റ്റേക്കിലാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. അവിടെ അദ്ദേഹം നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകുന്ന മനോജ് കുമാർ ശർമ്മ ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നീടുള്ള 2 ചാൻസിനും അദ്ദേഹം പ്രിലിംസ് തന്നെ പരാജയപ്പെടുകയാണ്. അവിടെ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഏവരുടെയും പ്രചോദനമായി മാറാൻ ഡോക്ടർ മനോജ് കുമാർ ശർമ്മ IPS അവിടെ ഉണ്ടാകുമായിരുന്നു. നിങ്ങളോടും പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ JEE എക്സാമിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചു പോയി, നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇവിടെ നിങ്ങൾ പ്രിപ്പറേഷൻ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സിഗ്നേച്ചറും നിങ്ങൾ ഇടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളവിടെ തോറ്റുപോവുകയാണ്. നിങ്ങൾ 10 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരിക. നമുക്ക് എന്തൊക്കെയാണോ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് ആ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് അടുത്ത ഫേസിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മക്കളെ, ഒരു തോറ്റാൽ അങ്ങ് ഓട്ടം വെക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ജയിക്കുന്നവരെ പോരാടും. നിങ്ങൾ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് പോരാടും. ഓൾ ദി ബെസ്റ്റ്.